ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ മെയിൻ സ്പാർക്ക് പ്ലഗ് നിങ്ങൾക്ക് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് ഊരി ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. സ്പാർക്ക് പ്ലഗിന്റെ അഡാപ്റ്റർ എങ്ങനെ ഊരി ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ മുമ്പേ തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. സർവീസ് സെന്ററുകളിലും മറ്റും സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പ്ലഗ് ക്ലീനിങ് മെഷീൻ ഉണ്ട്. നമ്മൾ പുറത്ത് വെച്ച് പ്ലഗ് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്ലഗ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ മാനുവലായിട്ട് പ്ലഗ് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലഗ് ക്ലീനിങ് മെഷീൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ നമുക്ക് ലഭ്യമായി എന്ന് വരില്ല. ഭൂരിഭാഗം പേർക്കും വണ്ടിയുടെ ടൂൾ കിറ്റിനുള്ളിലെ ടൂൾസ് എങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയാത്തവരാണ്. മാജിക് മീഡിയയുടെ വരുംകാല വീഡിയോസുകൾ ടൂൾ കിറ്റിലെ ടൂൾസ് എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ സൈഡ് ബോക്സ് ഓപ്പൺ ചെയ്ത് ടൂൾ കിറ്റ് പുറത്തെടുക്കാവുന്നതാണ്. പ്ലഗ് ഇളക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ടൂൾ നമുക്ക് ഈ ടൂൾ കിറ്റിനകത്ത് ലഭ്യമാണ്. നിങ്ങളുടെ വണ്ടിയിലെ ടൂൾ കിറ്റും അതിനുള്ളിലെ എല്ലാ ടൂൾസും എപ്പോഴും വണ്ടിയിൽ തന്നെ സൂക്ഷിക്കുക. നമുക്ക് പ്ലഗ് ഇളക്കിയെടുക്കുവാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്ന രണ്ട് ടൂൾസാണ് 21ന്റെ ലോങ് ബോക്സും അതിൻ്റെ ഒരു ചെറിയ ലിവറും. ഈ കാണുന്നതാണ് 21ന്റെ ലോങ് ബോക്സ്. ഇതിൻ്റെ മറു സൈഡ് 24 വരുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ചെറിയ ലിവർ. ഈ രണ്ട് ടൂൾസാണ് നമുക്ക് മെയിൻ പ്ലഗ് ഇളക്കിയെടുക്കാൻ ആവശ്യം. ആദ്യമേ തന്നെ ഈ കാണുന്ന പ്ലഗിന്റെ അഡാപ്റ്റർ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ കൈകൊണ്ട് മുകളിലേക്ക് വലിച്ച് അഡാപ്റ്റർ ഊരിയെടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ലോങ് ബോക്സിന്റെ 21ന്റെ സൈഡ് പ്ലഗിനുള്ളിലേക്ക് കടത്തി വയ്ക്കാവുന്നതാണ്. ലോങ് ബോക്സ് കറക്റ്റായി പ്ലഗ് നട്ടിൽ സിറ്റിംഗ് ആയി എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ കാണുന്ന ചെറിയ ലിവർ ലോങ് ബോക്സിന്റെ ഹോളിലേക്ക് കടത്തി വയ്ക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ ലിവർ ഇടത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പ്ലഗ് ലൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ കാണുന്നത് പോലെ തന്നെ ലിവർ കൊണ്ട് ലോങ് ബോക്സ് ഇടത്തേക്ക് തിരിച്ച് പ്ലഗ് നല്ലോണം ലൂസ് ചെയ്ത് വെക്കുക. പ്ലഗിന്റെ ആ ഒരു ടൈറ്റ് മാറുന്നത് വരെ നമുക്ക് ലോങ് ബോക്സ് കൊണ്ട് ഈ കാണുന്ന രീതിയിൽ ലൂസ് ചെയ്യാവുന്നതാണ്. പ്ലഗ് ലൂസായി എന്ന് ഉറപ്പായതിനു ശേഷം നമുക്ക് ലോങ് ബോക്സ് തിരികെ എടുക്കാവുന്നതാണ്. അതിനുശേഷം കൈകൊണ്ട് ഇടത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗ് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ലോങ് റൈഡ് പോകുന്നവർ അഡീഷണൽ ആയിട്ട് ഒരു സ്പാർക്ക് പ്ലഗ് വണ്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. പൂർണ്ണമായും ഇടത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ് ഈ കാണുന്നത് പോലെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഊരിയെടുത്ത പ്ലഗിന്റെ ടിപ്പിലും അതിന്റെ സൈഡിലുമെല്ലാം കരി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ പ്ലഗ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് അതിൽ പറ്റിയിരിക്കുന്ന കരി പോകുന്ന രീതിയിൽ മാത്രം ക്ലീൻ ചെയ്യുക. പ്ലഗിന്റെ ടിപ്പിലും മറ്റും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ബലമായി പ്രസ് ചെയ്ത് ക്ലീൻ ചെയ്യാതിരിക്കുക. പ്ലഗിലേക്കുള്ള ഇലക്ട്രോഡ് പാസേജിന് ഒരു നിശ്ചിത ഗ്യാപ്പ് ആവശ്യമാണ്. ആ ഒരു ഗ്യാപ്പ് നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് മാത്രം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. പ്ലഗിന്റെ ഇലക്ട്രോഡ് ഗ്യാപ്പ് വരുന്നത് 0.7 mm മുതൽ 0.8 mm വരെയാണ്. പ്ലഗിലെ ടിപ്പിൽ വരുന്ന നിറവ്യത്യാസം നോക്കി എഞ്ചിൻ പെർഫോമൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ലഭ്യമാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർവീസ് ടൈമിൽ പ്ലഗ് ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു കാരണം കൊണ്ട് വണ്ടിയിൽ മിസ്സിംഗ് ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ സർവീസ് എപ്പോഴും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. പ്ലഗിന്റെ എല്ലാ വശങ്ങളും ഈ കാണുന്നത് പോലെ തന്നെ ക്ലീൻ ചെയ്യുക. കരി പിടിച്ചിരിക്കുന്ന ഭാഗമെല്ലാം ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിനുശേഷം പ്ലഗിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി നീക്കം ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ കംപ്രഷൻ എയർ അടിച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ വെച്ചോ വഴിയിൽ വെച്ചോ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കംപ്രഷൻ എയർ ഇല്ലാത്തത് കൊണ്ട് ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കാവുന്നതാണ്. പ്ലഗിലെ പൊടിയെല്ലാം പൂർണ്ണമായും ക്ലീൻ ആയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് പ്ലഗ് തിരികെ ഇടേണ്ടത്. ഈ കാണുന്നത് പോലെ പ്ലഗിന്റെ ത്രെഡ് സൈഡ് അകത്തേക്ക് വെക്കുക. ഈ കാണുന്നത് പോലെ കൈകൊണ്ട് വലത്തേക്ക് തിരിച്ച് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം 21ന്റെ പ്ലഗ് ബോക്സ് അകത്തേക്ക് വെക്കാവുന്നതാണ്.
അതിനുശേഷം ലോങ് ബോക്സിൽ ലിവർ കണക്ട് ചെയ്ത് വലത്തേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യേണ്ടതാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക, ഒരു മീഡിയം ടൈറ്റ് മാത്രം ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ് പൊട്ടി അതിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ സൈനിങ് ഔട്ട്.